യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം വീണ്ടും ആളിക്കത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ പ്രഖ്യാപനം. നവംബർ 1 മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 155% വരെ അധിക തീരുവ ചുമത്തേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി വൈറ്റ് ഹൌസിൽ അപൂർവ ധാതുക്കൾ സംബന്ധിച്ച കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം. വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താനും ചൈനയോടുള്ള ആശ്രിതത്വം കുറയ്ക്കാനുമുള്ള യുഎസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാർ. യുഎസിനെ മുൻപ് ചൂഷണം ചെയ്ത പല രാജ്യങ്ങളുമായും തന്റെ ഭരണകൂടം വ്യാപാര കരാറുകൾക്ക് രൂപം നൽകിയതായി ട്രംപ് പറഞ്ഞു. തന്റെ ഭരണകൂടം അന്യായമായ വ്യാപാര രീതികൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. നിലവിലെ 55% തീരുവകൾക്ക് പുറമെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% അധിക തീരുവ ചുമത്താനും എല്ലാ നിർണായക സോഫ്റ്റ്വെയറുകൾക്കും നവംബർ 1 മുതൽ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. ഷീ ജിൻപിങ്ങുമായി ദക്ഷിണ കൊറിയയിൽ വെച്ച് ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് സ്ഥിരീകരിച്ചു. തങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നും ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ ചൈനയും താനും ചേർന്ന് ഇരു രാജ്യങ്ങൾക്കും ലോകത്തിനും ഗുണകരമായ ഒരു മികച്ച വ്യാപാര കരാറിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ ഈ പ്രസ്താവനകൾക്ക് പിന്നാലെ ഈ ആഴ്ച മലേഷ്യയിൽ യുഎസ് ചൈനീസ് ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ ചൈന കഴിഞ്ഞ സെപ്റ്റംബറിൽ ചൈന യുഎസിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്തിട്ടില്ല എന്ന കണക്കുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ അഭിപ്രായ പ്രകടനങ്ങൾ.